ഇനി ഖുർആന്റെ വിശദീകരണം അങ്ങനെ തന്നെയാണ്. മുഹമ്മദ് നബി വിശദീകരിച്ചാലേ ശരിയാവുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിയുടെ വിശദീകരണത്തിന് കാത്ത ആൾക്കാർക്കൊക്കെ തെറ്റിയിട്ടുണ്ട്, എല്ലാവർക്കും തെറ്റിക്കണം. ഒരിക്കൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഒരു സംഗതി പറ്റി. എന്താ പറ്റിയെന്നറിയോ? സൂറത്തുർ റൂമിൽ അല്ലാഹു തആല റോമാ സാമ്രാജ്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഒലിബത്തിർ റൂം എന്ന് പറയാണ്. റോമ ഏറ്റവും മേലെ വരും, പേർഷ്യയെ പരാജയപ്പെടുത്തി റോമാ സാമ്രാജ്യം വിജയിക്കും കൊല്ലങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞു. കൊല്ലങ്ങൾ എന്ന് പറഞ്ഞാൽ 2 കൊല്ലാവാം 3 കൊല്ലാവാം. സാധാരണഗതിയിൽ 2നും പറയാം 3നും പറയാം. അങ്ങനെ ഒരിക്കൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പഴയ കാലത്ത് ഒരു തർക്കം നടത്തി. ഖുർആനിന്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംസാരം. ആ സംസാരത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, 3 വർഷത്തിനിടയിൽ റോമാ സാമ്രാജ്യം പേർഷ്യയെ കീഴടക്കും, റോമ ഏറ്റവും മേലെയായി ഉന്നതാധികാരത്തിൽ വരും എന്ന് പറഞ്ഞു. ഉമയ്യത്ത് ബിനു ഖലഫുമായി, ഖുറൈശികളുടെ നേതാവായിരുന്നു ഉമയ്യത്ത് എന്ന് പറയുന്നത്. ഉമയ്യത്ത് ബിനു ഖലഫുമായിട്ടാണ് തർക്കം. ഉമയ്യത്ത് പറഞ്ഞു നടക്കൂലാർന്നു. അന്നത്തെ സാഹചര്യം അനുസരിച്ച് അത് നടക്കൂല. അങ്ങനെ അവസാനം ഓല് പന്തയം വെച്ചു. അന്ന് പന്തയം ഹലാലാണ്, പിൽക്കാലത്താണ് ഹറാമായത്. 10 ഒട്ടകങ്ങൾക്കാണ് പന്തയം. 3 കൊല്ലം കൊണ്ട് റോമാ സാമ്രാജ്യം വിജയിച്ചാൽ 10 ഒട്ടകം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കൊടുക്കണം. വിജയിച്ചില്ലെങ്കിൽ 10 ഒട്ടകം ഉമയ്യത്ത് ബിനു ഖലഫിന് കൊടുക്കും. അങ്ങനെ തീരുമാനം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ആ ഉമയ്യത്തിനോട് ഒരു വർത്താനം ഉണ്ടാക്കിയിട്ടുണ്ട് പറഞ്ഞു. എന്തേന്ന് ചോദിച്ചു. റോമാ സാമ്രാജ്യം 3 കൊല്ലത്തിനിടയിൽ വിജയിക്കും എന്ന് പറഞ്ഞാണ്ട് 10 ഒട്ടകത്തിന് ഞാൻ പന്തയം വെച്ചിട്ടുണ്ട് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അത് പറ്റിച്ചുട്ടാ, 10 ഒട്ടകം പോയേ കൂട്ടിക്കോ പറഞ്ഞു. 10 ഒട്ടകം പോയേ കൂട്ടിക്കോളി പറഞ്ഞു. എന്തേന്ന് ചോദിച്ചു. ബിളഅസിനീൻ എന്നതിന് 9 വരെ ആകാവുന്നതാണ് എന്ന് പറഞ്ഞു. ബിള എന്ന് പറഞ്ഞാൽ സാധാരണ 3 ഉണ്ടാവുള്ളൂ. പക്ഷേ അത് വേറുള്ളവർ വിശദീകരിച്ചിട്ട് കാര്യമില്ല, മുഹമ്മദ് നബി എന്നെ വിശദീകരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ബിളഅസിനീൻ എന്ന് പറഞ്ഞാൽ 9 വരെ ആകാം. സിദ്ദീഖേ തെറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ കാട്ടുകയെന്ന് വെച്ചു. ഞാൻ ഒരു പണി പറഞ്ഞുതരാറുണ്ട്. ഈ അവിടെ തന്നെ ചെന്നുങ്ങാണ്ട് 3 എന്നുള്ളത് 9 ആക്കി തരണം എന്ന് പറഞ്ഞാളാ 10 ഒട്ടകത്തിന് പക്ഷേ പകരം 100 ഒട്ടകം തരാമെന്നും പറഞ്ഞാറുണ്ട്. 10 ഒട്ടകം എന്നുള്ളതിന് പകരം 100 ഒട്ടകം എന്നാക്കിയാൽ മതി. കൊല്ലം 3 എന്നുള്ളത് 9ലേക്ക് നീട്ടിപ്പിടിച്ചാറുന്നു. അങ്ങനെ ചെന്നു. ഉമയ്യത്ത് ബിനു ഖലഫിനോട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കൊല്ലം 3 ഉള്ളത് ഒരു 9 ആക്കി തരണം, ഒട്ടകം 10 ഉള്ളത് നമുക്ക് 100 ആക്കാറുണ്ട്. എല്ലാവരും അറിഞ്ഞ പന്തയാണ്. ഉമയ്യത്ത് ബിനു ഖലഫിന്റെ കുടുംബം മൊത്തം അറിയും. സിദ്ദീഖ്